നമസ്കാരം. കേരളത്തിലിപ്പോൾ ചൂടേറിയ ചർച്ച വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കുകളാണല്ലോ. വെള്ളാപ്പള്ളി എന്നൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ അത് ഇവിടെ ചർച്ചയായിട്ടുണ്ട്, വിവാദമായിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര പിന്തുണ അദ്ദേഹം നയിക്കുന്ന ആ സമുദായത്തിൽ നിന്ന് അതുപോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം ആ സമുദായത്തിലുള്ള നല്ലൊരു ശതമാനം ആളുകളും ഇടതുപക്ഷക്കാരാണ്, അവരുടെ നേതാക്കളും അവരുടെ കൂട്ടത്തിലാണ്. അതിനാൽ അവർക്ക് വെള്ളാപ്പള്ളിക്ക് പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. മറ്റ് സമുദായ അംഗങ്ങൾ ഒരുപക്ഷെ മിണ്ടാതിരിക്കും, മറ്റ് മതസ്ഥരായിട്ടുള്ളവരും സത്യമാണ് ഈ പറയുന്നത് എന്നറിയാമെങ്കിലും അവരും മിണ്ടാതിരിക്കും. ഫലത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് ടേൺ അടിക്കേണ്ടി വന്നിട്ടുണ്ട്, പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ എന്ന പേര് പോലും അദ്ദേഹത്തിന് ചില ചാർത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലാതാവില്ല. അദ്ദേഹം സത്യം തന്നെയാണ് പറയുന്നത്. തൽക്കാലം നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് എത്രമാത്രം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഒരു കാര്യം സമ്മതിച്ചേ മതിയാവും. ഇത്തരം സത്യങ്ങൾ ഇന്ന് കേരള സമൂഹത്തിൽ വിളിച്ചു പറയാൻ ഇവിടെ ഒരേ ഒരു വെള്ളാപ്പള്ളി മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. മറ്റാർക്കും അതിന് ധൈര്യമില്ല എന്നതാണ് സത്യം. അദ്ദേഹം പറയുന്നു, ഓരോ അവസരത്തിലും പറയുന്ന കാര്യങ്ങൾ കൂട്ടം ചേർന്ന് ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് കൂട്ടം ചേർന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്ന കാഴ്ചയും നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിലെ ശരികേടുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് പറ്റില്ല. പകരം അദ്ദേഹത്തെ വർഗീയവാദിയാക്കി മുദ്ര കുത്താൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ അവലും മലരും കുന്തിരിക്കവും എന്ന് പറഞ്ഞുകൊണ്ടൊരു കൊലവിളി മുദ്രാവാക്യം ഇവിടെ മുഴങ്ങിയിരുന്നു, ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയെ പറ്റിയല്ല ഞാൻ പറയാൻ വരുന്നത്. ആ ഒരു കൊലവിളി മുദ്രാവാക്യത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാക്കൾ അതിനെ തള്ളിപ്പറഞ്ഞിരുന്നോ? എത്രയോ സമസ്ത പോലുള്ള, കാന്തപുരത്തിൻ്റെ പോലുള്ള എത്രയോ ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട്. ആരെങ്കിലും ഒരാൾ ആ കൊലവിളി മുദ്രാവാക്യം ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിപ്പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? കാണില്ല, കേൾക്കില്ല. അതാണ് യാഥാർത്ഥ്യം. വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ? സർക്കാരിൻ്റെ തീരുമാനങ്ങളെ പോലും സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കൈകടത്താൻ മലപ്പുറത്തുള്ള ചില സമുദായ സംഘടനകൾക്ക് സാധിക്കുന്നു എന്ന യാഥാർത്ഥ്യം. മദ്രസ അധ്യാപകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പ അനുവദിക്കുന്ന തരത്തിലുള്ള നയങ്ങൾ. മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? മറ്റ് മതസ്ഥർക്കും അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള എല്ലാ നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് എന്ത് ഗുണമാണ് മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സർക്കാർ എന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾക്ക് വായ്പയും മറ്റും കൊടുക്കുന്നത്? അതെത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യമാണ്. ഇവിടെ മുസ്ലിമിനോ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ പാഴ്സിക്കോ പഞ്ചാബിക്കോ അല്ലെങ്കിൽ ഇനി ബുദ്ധനോ ഒന്നും ആർക്കും ഈ രാജ്യത്ത് നടക്കാനോ താമസിക്കാനോ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യാനോ ജോലി ചെയ്യാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ടും ചില കൂട്ടർക്ക് മാത്രം എന്തേ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു? ഇത് ചോദ്യം ചെയ്യേണ്ട തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ ജാതീയമായ രീതിയിൽ ചില ആളുകൾക്ക്, അതായത് ജാതി തിരിച്ച് മാത്രമാണ് ഇവിടെ ആനുകൂല്യങ്ങൾ കൊടുക്കുക. അത് തന്നെയാണ് ഭരണഘടനയിൽ ഉള്ളത്. പക്ഷേ അപ്പോൾ ചില മതസ്ഥർക്ക് അത് കിട്ടുന്നതിൻ്റെ കാരണം എന്താ? അത് ചോദ്യം ചെയ്താൽ ഉടനെ വർഗീയവാദി എന്ന മുദ്ര കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണോ അതിൻ്റെ? യഥാർത്ഥത്തിൽ ദളിതർക്കും അതിന് താഴെയുള്ള ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കും മാത്രമാണ് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടത്. അല്ലാത്തവർക്കൊന്നും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവർക്ക് റോഡിലൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടില്ല, അവർക്ക് എന്താ പറയുക, ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിനോ മറ്റ് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യമോ സംസാര സ്വാതന്ത്ര്യമോ ഒന്നിനും ഒരു വിലക്കില്ല. എന്ത് ബുദ്ധിമുട്ടാണ് ഇത്തരക്കാർക്കുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരേ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള കൂട്ടരിൽ തന്നേക്കാൾ പഠിത്തത്തിൽ മികവ് കുറഞ്ഞാണെങ്കിലും കയറിപ്പോകുന്ന കാഴ്ച, ജോലി കിട്ടുന്ന കാഴ്ച, കഴിവുള്ള ഒരു വിദ്യാർത്ഥി നോക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ അസമത്വം? ഇത് മാറ്റണമെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ വർഗീയ ചാപ്പ അടിച്ച് തരികയായി. വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്, ഇവിടുത്തെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 10-25 വർഷം കഴിഞ്ഞിട്ടും അതേ സംഗതികൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോഴും അത് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് രേഖകൾ ചമയ്ക്കുകയും വാങ്ങിയെടുക്കുകയും ചെയ്യുന്നു. 50:50 എന്നുള്ളത് 80:20 വെട്ടിക്കുറയ്ക്കുന്നു. വാങ്ങി കവർന്നെടുത്തത് ക്രിസ്ത്യാനികളുടെ കൂടിയാണ് എന്ന് അറിയുമ്പോൾ അവർ പോലും വേണ്ട രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുന്നില്ല എന്നിടത്താണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ ഇടയ്ക്കെങ്കിലും ഇതുപോലെ സത്യം പറയുമ്പോൾ അദ്ദേഹത്തിന് കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കുന്നത്. അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ കുറ്റവും കുറവൊക്കെ പറഞ്ഞാലും, ഓട്ടോറിക്ഷ എന്ന് വിളിച്ചാലും, ടേൺ അടിക്കുന്ന ആളാണ് എന്ന് വിളിച്ചാലും, പറയുന്നത് മാറ്റി പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാലും, സത്യം വിളിച്ചു പറയാൻ ഒരേ ഒരു വെള്ളാപ്പള്ളിയെ ഇന്ന് കേരളത്തിലുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം.